നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന് കീഴിൽ ഫംഗ്ഷനിങ് ആയിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ചെന്നൈയിലാണ് വേക്കൻസി ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, നിങ്ങൾക്ക് SSLC മുതൽ ITI, ഡിപ്ലോമ, അതുപോലെ ഡിഗ്രി ഒക്കെ ഉള്ളവർക്കും PG ഉള്ളവർക്കൊക്കെ വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇത്തരം ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഇത്തരം എക്സാമുകൾക്കൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. വെറും നമ്മൾ PSC, SSC, UPSC, റെയിൽവേ മാത്രമായി പോകരുത്. കാരണം ഇത്തരം ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റുകളിലൊക്കെ നമുക്ക് കയറി കഴിഞ്ഞാൽ ഒട്ടനവധി ബെനിഫിറ്റ്സും നല്ല രീതിയിലുള്ള സാലറിയും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും ഒക്കെ ഇത് യൂസ്ഫുൾ ആണെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ അത്തരത്തിലുള്ള എല്ലാവിധ ഈ പറയുന്ന PSCയോ അതുപോലെ ഗവൺമെൻറ് ഡയറക്റ്റായിട്ടും അല്ലെങ്കിൽ ഇത്തരം നമ്മുടെ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ ഇടുന്നതാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് നേരെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നമുക്ക് ഇവിടെ നോക്കാം. പ്രൊജക്ട് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വിവിധ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് കാറ്റഗറി 3 മുതൽ 1, 2 മുതൽ 3 വരെ കാറ്റഗറി അതിലുണ്ട്. ഇനി പ്രൊജക്ട് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൽ 45 വേക്കൻസി, അതിൽ ജനറൽ 23, അങ്ങനെ ഓരോ റിസർവ് വേക്കൻസി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പ്രൊജക്ട് ടെക്നീഷ്യനിൽ 19 വേക്കൻസി, ദെൻ ഫീൽഡ് അസിസ്റ്റൻറ്റ് 10 വേക്കൻസി, ദെൻ പ്രൊജക്ട് ജൂനിയർ അസിസ്റ്റൻറ്റ് 12 വേക്കൻസി, റിസർച്ച് അസോസിയേറ്റ് ആണ് ഇതിൽ 6 വേക്കൻസി, ദെൻ സീനിയർ റിസർച്ച് ഫെലോ 13 വേക്കൻസി, ജൂനിയർ റിസർച്ച് ഫെലോ 5 വേക്കൻസി, അങ്ങനെ ആകെ മൊത്തം 152 വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ടൊക്കെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം പ്രൊജക്ട് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് മുതലാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. ബാക്കിയൊക്കെ ഞാൻ എല്ലാം കവർ ചെയ്യും കേട്ടോ. ജസ്റ്റ് ഒരു ഓർഡറിൽ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ്. പ്രൊജക്ട് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് മുതലാണ് പോസ്റ്റ് നമ്മൾ വിവരിച്ച് തുടങ്ങുന്നത്. കൂടെ കാണാം. പ്രൊജക്ട് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൽ 45 വേക്കൻസിയിൽ ജനറൽ 23, SCക്ക് 5, SCക്ക് 5, അതുപോലെ OBCക്ക് 8, EWS 4, ഇങ്ങനെയാണ് വേക്കൻസി. 50 ആണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. മാക്സിമം ഏജ് ലിമിറ്റ് 50 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ എന്നുള്ളതിൻ്റെ പ്രത്യേകത. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് SC/ST ആണെങ്കിൽ 55, OBC ആണെങ്കിൽ 53, അങ്ങനെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളുണ്ടായിരിക്കും. ഇതിൻ്റെ മന്ത്ലി നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് 20,000 പ്ലസ് HR ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് വെച്ചാൽ ഇതൊരിക്കലും പെർമനൻറ്റ് വേക്കൻസി ഒന്നുമല്ല, കോൺട്രാക്ട് ബേസിലുള്ള വേക്കൻസിയാണ്. ഓരോരോ പ്രൊജക്റ്റും അതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ആ ഒരു ഇയർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ഈ പറയുന്ന മേഖലയിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സാലറിയും പിന്നെ HR അതിൻ്റെ കൂടെ നമുക്ക് ഉണ്ടായിരിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 20,000 മുതൽ 70,000 വരെയുള്ള സാലറിയൊക്കെ ഉള്ള വിവിധ പോസ്റ്റുകളുണ്ട്. എല്ലാം പറയാം. ഇവിടെ കാണാം മെക്കാനിക്കൽ 3 വേക്കൻസിയാണ്. അതിൽ ജനറൽ 2, ST 1. ഇപ്പം ഇതിൽ എനിക്ക് OBCക്കോ SC കാൻഡിഡേറ്റ്സിനോ EWSനൊന്നും വേക്കൻസി ഇല്ല. പക്ഷേ ജനറൽ വേക്കൻസി കണ്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏത് കാറ്റഗറികൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പോസ്റ്റ് കോഡ് വേണം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിലേക്ക് നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമയാണ്. ഈ പറഞ്ഞിരിക്കുന്ന മെക്കാനിക്കലിലോ അല്ലെങ്കിൽ മെക്കട്രോണിക്സിലോ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് മിനിമം 60% മാർക്ക് വേണം. യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റ് കാര്യങ്ങളോ ഒന്നും വേണ്ട. ഫ്രഷേഴ്സിന് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കൂടെ കാണാം, ലൈഫ് സയൻസ് ആണ്. 11 വേക്കൻസി ഉണ്ട്. ജനറൽ 7, STക്ക് 1, അങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. OBCക്ക് 1 ഉണ്ട്. പിന്നെ PWD കാൻഡിഡേറ്റ്സിന് റിസർവ് ആയിട്ടുള്ള വേക്കൻസികൾ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൂടെ കാണാം എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സുവോളജി അല്ലെങ്കിൽ ബോട്ടണി അല്ലെങ്കിൽ ബയോകെമിസ്ട്രി, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഡിഗ്രി 60% മാർക്കോടുകൂടി ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഇതിനടുത്തത് ബയോടെക്നോളജിയാണ് ഓർ മൈക്രോബയോളജിയാണ്. 7 വേക്കൻസിയാണ്. ജനറൽ 3, ST 1, SC 1, OBC 2, ഇങ്ങനെയാണ് വേക്കൻസി. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന മൈക്രോബയോളജിയോ അല്ലെങ്കിൽ ബയോടെക്നോളജിയിലുള്ള ഡിഗ്രിയാണ്. ജസ്റ്റ് 60% മാർക്ക് മതി. ഇതിനടുത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ബയോ ഇൻഫർമാറ്റിക്സ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് 3 പോസ്റ്റാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിൽ ജനറൽ 2, പിന്നെ OBC ഒരു വേക്കൻസി. അത് ഈ PWD OBCയിൽ തന്നെ PWD കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസികളാണ്. അപ്പോൾ ജനറൽ വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ നിങ്ങൾക്ക് വേണ്ട ബയോ ഇൻഫർമാറ്റിക്സിലുള്ള ഡിഗ്രിയാണ്. 60% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് നിങ്ങൾക്കൂടെ പോസ്റ്റ് വന്നിരിക്കുന്നത് ECE ആണ്. ഇതിൽ ECE ആൻഡ് E&I ആണ്. 5 വേക്കൻസിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിലോ നിങ്ങൾക്ക് എന്താണ് 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കാനുള്ളതാണ്. 60% മാർക്കോട് കൂടി. ഓക്കെ, ഇതിനടുത്ത് നിങ്ങൾക്ക് ഇതിൽ വന്നിരിക്കുന്നത് ഇലക്ട്രിക്കലാണ്. ഇലക്ട്രിക്കലിൽ 5 വേക്കൻസിയാണ്.
ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ നിങ്ങൾക്ക് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് മതി. ഇതിൽ ജനറൽ 2 വേക്കൻസി, SCക്ക് 1, OBCക്ക് 1, EWCന് 1 അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിനടുത്ത് കെമിസ്ട്രി ഓർ ഫിസിക്സ് ആണ് ഡിസിപ്ലിൻ വന്നിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സിലോ നിങ്ങൾക്ക് ബിരുദമുള്ളവർക്ക് ജസ്റ്റ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് മതി. ജനറൽ 2, SC 1, OBC 1 അങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇനി അടുത്ത നിങ്ങളുടെ വന്നിരിക്കുന്നവിടെ കാണാം കമ്പ്യൂട്ടർ സയൻസിലാണ് 2 വേക്കൻസി വന്നിരിക്കുന്നത്. BSc നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ BCA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമ കഴിഞ്ഞവർ 3 ഇയർ ഡ്യൂറേഷനിലെ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണമെന്നുള്ള കണ്ടീഷനാണ്. ഇതിൽ ജനറലാണ് ഒരു വേക്കൻസി. അത് PWD കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് ആണ് ആ വേക്കൻസി വന്നിരിക്കുന്നത്. പിന്നെ EWCൻ്റെ ഒരു വേക്കൻസി ആണുള്ളത് ഇതിൽ. പിന്നെ നിങ്ങൾക്ക് അടുത്തത് സിവിലാണ് 5 വേക്കൻസി ഉണ്ട്. ജനറൽ 1, SC 2, OBC 1, EWC 1 അങ്ങനെയാണ്. ഇതിൽ നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. 60% മാർക്കുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊജക്ട് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ ആകെ മൊത്തം 45 വേക്കൻസിയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞിരിക്കുന്നത്. വിവിധ ഡിസിപ്ലിനിലുള്ള വേക്കൻസികളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത കാറ്റഗറി പോസ്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ പ്രൊജക്ട് ടെക്നീഷ്യനാണ് അടുത്ത് വിളിച്ചിരിക്കുന്നത്. പ്രൊജക്ട് ടെക്നീഷ്യനിൽ 19 വേക്കൻസിയാണ് ടോട്ടൽ. ജനറൽ 9, ST 2, SC 1, OBC 6, EWC 1 ഇങ്ങനെയാണ് വേക്കൻസി. 20,000 പ്ലസ് HR ആണ് നിങ്ങൾക്ക് സാലറി ഉണ്ടായിരിക്കുക. 50 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും മാക്സിമം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് OBC ആണെങ്കിൽ 53, SC ആണെങ്കിൽ 55 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC IT ആണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഫിറ്റർ വിളിച്ചിട്ടുണ്ട്. 5 വേക്കൻസിയാണ്. ജനറൽ 2, ST 1, OBC 2 ഇങ്ങനെയാണ് വേക്കൻസി. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുക, അതോടൊപ്പം തന്നെ എന്താണ് ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഫിറ്ററിൽ ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത് നിങ്ങൾക്ക് ഇലക്ട്രിക്കലാണ് 6 വേക്കൻസി. ജനറൽ 2, ST 1, SC 1, OBC 1, EWC 1 ഇങ്ങനെയാണ് വേക്കൻസി. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. നിങ്ങൾക്ക് പറയുന്ന ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. അടുത്ത് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആണ് 5 പോസ്റ്റ് ഉണ്ട്. ജനറൽ 3, OBC 2 വേക്കൻസി. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുക. പ്ലസ് നിങ്ങൾക്ക് ഈ പറയുന്ന ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷനിലോ ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അടുത്ത് നിങ്ങൾക്ക് എയർ കണ്ടീഷനിങ് ആണ് 3 വേക്കൻസി ഉണ്ട്. OBC 1, ജനറൽ 2 ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 10ാം ക്ലാസ് പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന 2 ഇയർ ഡ്യൂറേഷനുള്ള ITI ഈ പറഞ്ഞ റെഫ്രിജറേഷൻ അല്ലെങ്കിൽ എയർ കണ്ടീഷൻ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രൊജക്ട് ടെക്നീഷ്യനിൽ വന്നിരിക്കുന്ന ടോട്ടൽ 19 വേക്കൻസി ഇത്രയുമാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം പ്രൊജക്ട് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ്. 10 വേക്കൻസി ഇതിലുണ്ട്. ജനറൽ 6, SC 1, OBC 2, EWC 1 ഇതിലും 20,000 പ്ലസ് HR ആണ്. 50 വയസ്സ് വരെ ഇതിലേക്ക് പ്രായം വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, വിത്ത് സയൻസ് ആയിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകം. നിങ്ങൾ +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ബോട്ടണി ആൻഡ് സുവോളജി, ഇനി അതല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ മാത്സ് ഈ പറയുന്ന രീതിയിൽ +2 സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, മറ്റ് യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇനി അടുത്തത് പ്രൊജക്ട് ജൂനിയർ അസിസ്റ്റൻ്റ് ആണ്. ഇതിൽ 12 വേക്കൻസി ഉണ്ട്. ജനറൽ 5, ST 2, SC 3, OBC 1, EWC 1 20,000 പ്ലസ് HR ആണ്. ഇതിലും 50 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് ഇതിലേക്കുള്ള അപേക്ഷ നൽകാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ എനി ഗ്രാജുവേഷനാണ്. എനി ഡിഗ്രി ഉള്ളവർക്ക് ഈ 12 വേക്കൻസിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പ്രൊജക്ട് ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. അടുത്ത റിസർച്ച് അസോസിയേറ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 6 വേക്കൻസി ഉണ്ട്. ജനറൽ 4, SC 1, OBC 1 ആണ്. ഇതിൽ നിങ്ങൾക്ക് 58,000 പ്ലസ് HR ഉണ്ടായിരിക്കും. 35 ഏജ് ലിമിറ്റ്. OBC ആണെങ്കിൽ 38, SC ആണെങ്കിൽ 40 വയസ്സിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓഷ്യനോഗ്രഫി അല്ലെങ്കിൽ ഫിസിക്കൽ ഓഷ്യനോഗ്രഫി അല്ലെങ്കിൽ ഫിസിക്സ് ആണ് പറഞ്ഞിരിക്കുന്ന ഒരു വേക്കൻസിയാണ്. അത് ജനറൽ വേക്കൻസിയാണ്. ആർക്കും വേണമെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് PhD ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒന്നെങ്കിൽ. അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മേഖലയിൽ തന്നെ കേട്ടോ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് MTech ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഓഷ്യൻ ടെക്നോളജി വിത്ത് 3 ഇയർ റിസർച്ച് എക്സ്പീരിയൻസും വേണം കേട്ടോ. ഈ പറയുന്ന MTech കഴിഞ്ഞവരാണെങ്കിൽ PhD ആണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഡയറക്റ്റായിട്ട് ഇതിലേക്ക് അപ്ലൈ ആവുന്നതാണ്. ലൈഫ് സയൻസ് 5 വേക്കൻസി ആണ്. ഇതിൽ നിങ്ങൾക്ക് ജനറൽ 3, SC 1, OBC 1 ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് PhD ഉള്ളവർക്ക് അപ്ലൈ ആയി പറഞ്ഞിരിക്കുന്ന എന്താണ് മൈക്രോബയോളജിയോ അല്ലെങ്കിൽ ബയോടെക്നോളജിയോ അല്ലെങ്കിൽ ബയോ ഇൻഫോമാറ്റിക്സിലൊക്കെ. ഇനി അതല്ലെങ്കിൽ MTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം ബയോടെക്നോളജി അല്ലെങ്കിൽ ബയോ ഇൻഫോമാറ്റിക്സിലോ. ഈ 3 ഇയർ ഈ പറയുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലുള്ള എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. റിസർച്ച് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ടീച്ചിങ് മേഖല അല്ലെങ്കിൽ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇങ്ങനെയുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം സീനിയർ റിസർച്ച് ഫെലോ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 13 വേക്കൻസി ഉണ്ട്. ജനറൽ 6, ST 1, SC 2, OBC 3, EWC 1 അങ്ങനെയാണ്. 42,000 പ്ലസ് HR ആണ്. 32 ഏജ് ലിമിറ്റ് മാക്സിമം 32. OBC ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ആണെങ്കിൽ 37. ഇതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം ഓഷ്യനോഗ്രഫി അല്ലെങ്കിൽ ഫിസിക്കൽ ഓഷ്യനോഗ്രഫിയിലാണ് 4 വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇതാണ്. നിങ്ങൾക്ക് മാത്തമാറ്റിക്സിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയോളജിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിക് സയൻസിലോ അല്ലെങ്കിൽ ഓഷ്യനോഗ്രഫിയിലോ അല്ലെങ്കിൽ ഫിസിക്കൽ ഓഷ്യനോഗ്രഫിയിലോ അല്ലെങ്കിൽ
ഓഷനോഗ്രഫിയിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് PG ഉണ്ടായിരിക്കും, MSc മാസ്റ്റർ ഓഫ് സയൻസ് കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് 60% മാർക്ക് വേണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് BE or BTech ഇൻ ഓഷൻ ടെക്നോളജിയിൽ BE or BTech കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, 60% മാർക്ക് വേണം. ഇത് മാത്രം പോരാ, ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു എക്സാം ക്വാളിഫൈ ചെയ്തിരിക്കുകയാണെങ്കിൽ CSER UGC നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന നാഷണൽ ലെവൽ എക്സാമിനേഷൻ ആയിട്ടുള്ള നിങ്ങൾക്കൂടെ കാണാൻ പറ്റും DST DBT പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലുമൊക്കെ നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 2 വർഷത്തെ റിസർച്ച് എക്സ്പീരിയൻസും വേണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനടുത്ത് നിങ്ങൾക്ക് ലൈഫ് സയൻസ് ആണ്. ഇതിലുള്ള 9 വേക്കൻസി ഉണ്ട്. MSc മറൈൻ ബയോളജിയോ അല്ലെങ്കിൽ മറൈൻ സയൻസിലോ അല്ലെങ്കിൽ മൈക്രോ ബയോളജിയോ ബയോ ടെക്നോളജിയോ അല്ലെങ്കിൽ ബയോ ഇൻഫോർമാറ്റിക്സിലോ അതിൽ നിങ്ങൾക്ക് 60% മാർക്ക് കൂടി MSc കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് BE or BTech ഈ പറയുന്ന ബയോ ടെക്നോളജിയിലോ ബയോ ഇൻഫോർമാറ്റിക്സിലോ 60% മാർക്ക് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലും ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു എക്സാം ക്വാളിഫൈ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ CSER UGC നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന നിങ്ങൾക്കൂടെ കാണാൻ പറ്റും വിവിധ ഏജൻസി നടത്തുന്ന ഇത്തരം എക്സാം കാര്യങ്ങളൊക്കെ നമുക്ക് ക്വാളിഫൈ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്ക് 2 വർഷത്തെ റിസർച്ച് എക്സ്പീരിയൻസ് വേണം. അടുത്ത പോസ്റ്റ് കാണാൻ JRF ആണ്, ജൂനിയർ റിസർച്ച് ഫെലോ. അതിൽ 5 വേക്കൻസിൻ്റെ ജനറൽ 4 OBC 1 30,000 പ്ലസ് HR കിട്ടും. പിന്നെ നിങ്ങൾക്ക് 28 ഏജ് ലിമിറ്റ് മാക്സിമം വരുന്നത്. ഇപ്പോൾ ഇതിൽ ലൈസൻസ് ആണ് വിളിച്ചിരിക്കുന്നത്, 5 വേക്കൻസി. അതിൽ നിങ്ങൾക്കൂടെ കാണാം MSc മറൈൻ ബയോളജിയോ അല്ലെങ്കിൽ മറൈൻ സയൻസോ അല്ലെങ്കിൽ മൈക്രോ ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ ബയോ ഇൻഫോർമാറ്റിക്കുള്ള PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, 60% മാർക്ക് വേണം MSc ഉള്ളവർക്ക്. ഇനി അല്ലെങ്കിൽ ഈ പറയുന്ന ബയോടെക്നോളജിയോ ബയോ ഇൻഫോർമാറ്റിക്സിലോ BE or BTech ഉണ്ടെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന ഏതെങ്കിലും എക്സാം അത് ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. CSER UGC നെറ്റോ അതല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഗേറ്റോ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന നാഷണൽ ലെവൽ ഏതെങ്കിലും എക്സാമോ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ റിസർച്ച് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരുന്നാൽ മതി എന്നുള്ളതാണ്. ഇനി അടുത്ത പോസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും പ്രൊജക്ട് സയൻറ്റിസ്റ്റ് 3 ആണ്. ഇതിൽ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും ഒരു വേക്കൻസി ജനറലാണ്, 45 വയസ്സ് വരെ അപ്ലൈ, 28,000 പ്ലസ് HR ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ട്, 7 years എക്സ്പീരിയൻസ് വേണം കേട്ടോ. MSc മറൈൻ ബയോളജി അല്ലെങ്കിൽ മറൈൻ സയൻസ് സുവോളജി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ 7 years എക്സ്പീരിയൻസ് വേണം എന്നുള്ളതാണ്. ഇതിനടുത്ത പ്രൊജക്ട് സയൻറ്റിസ്റ്റ് സെക്കൻഡ് ഇവിടെ കാണാം, 7 വേക്കൻസിയാണ്, 40 വയസ്സിൽ അപ്ലൈ ചെയ്യും, 60,000 പ്ലസ് HR കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്, ഈ മേഖലയിലൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കിയെടുത്താൽ ഇത്തരം പ്രൊജക്ട് ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് വേറെയും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ അതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ME or MTech മെക്കാനിക്കൽ അല്ലെങ്കിൽ തെർമൽ ഇതിലൊക്കെ നിങ്ങൾക്ക് 3 years എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ME or MTech ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, 3 year എക്സ്പീരിയൻസ് വേണം. ഇനി അടുത്തത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ലൈഫ് സയൻസിൽ ഇതുപോലെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മറൈൻ ബയോളജി അല്ലെങ്കിൽ മറൈൻ സയൻസിൽ സുവോളജി മൈക്രോബയോളജിയാണ്. ഇതിലും നിങ്ങൾക്ക് 3 year റിസർച്ച് എക്സ്പീരിയൻസ് വേണം അപ്ലൈ ചെയ്യണമെങ്കിൽ. ഇതിനടുത്ത് ഫിസിക്കൽ ഓഷ്യനോഗ്രഫിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്, ഫിസിക്സ് കെമിക്കൽ ഓഷ്യനോഗ്രഫി അല്ലെങ്കിൽ ഓഷ്യൻ ടെക്നോളജി അല്ലെങ്കിൽ ഓഷ്യൻ സയൻസ് ഫിസിക്കൽ ഓഷ്യനോഗ്രഫി അല്ലെങ്കിൽ ഓഷ്യനോഗ്രഫിയിൽ PG ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇതിലേതെങ്കിലും PG ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ 3 year റിസർച്ച് എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ്. ഓക്കെ, അത് ഞാൻ ഫാസ്റ്റാക്കി വിടുന്നത് എന്താ വെച്ചാൽ അതിലേക്ക് എക്സ്പീരിയൻസ് വേണം. അങ്ങനെയുള്ളവർ ജസ്റ്റ് നോക്കട്ടെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ നിങ്ങൾക്ക് അടുത്തത് ME or MTech EC ആൻഡ് EANDയിലാണ്. ഇതിലേക്ക് ME or MTech ആണ് ചോദിക്കുന്നത്. അത് ഈ പറഞ്ഞ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ കേട്ടോ, വിത്ത് 3 year എക്സ്പീരിയൻസ് വേണം. ഇനി അതും അല്ലെങ്കിൽ പ്രൊജക്ട് സയൻറ്റിസ്റ്റ് വേണം. നിങ്ങളുടെ 34 വേക്കൻസിന് ഇതിൽ 35 ഏജ് ലിമിറ്റ് വരുന്നത്. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും, 56,000 പ്ലസ് HR കിട്ടും. ഇതിലേക്ക് നിങ്ങൾക്ക് മെക്കാനിക്കലിൽ 8 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BE or BTech കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ വേണ്ട, 60% മാർക്ക് മതി. ജനറൽ 2 ST 1 SC 4 OBC 1 ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 56,000 പ്ലസ് HR, നല്ല സാലറി ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ കേട്ടോ. അതായത് ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മെക്കാനിക്കലിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ. അതുപോലെ അടുത്തത് ഫിസിക്കൽ ഓഷ്യനോഗ്രഫി ഉണ്ട്. ഇതിൽ 3 വേക്കൻസി ഉണ്ട്, ജനറൽ 1 SC 1 OBC 1. ഇതിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ഉണ്ടായത് ഓഷ്യനോഗ്രഫിയിലോ അല്ലെങ്കിൽ ഫിസിക്കൽ ഓഷ്യനോഗ്രഫിയിലോ അല്ലെങ്കിൽ കെമിക്കൽ ഓഷ്യനോഗ്രഫിയിലോ അല്ലെങ്കിൽ ഫിസിക്സിലോ അല്ലെങ്കിൽ ഓഷ്യൻ ടെക്നോളജിയിലോ അല്ലെങ്കിൽ ഓഷ്യൻ സയൻസിലോ ഉള്ള 60% മാർക്കോടുള്ള PG ഉള്ളവർക്ക് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിനടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം EC ആൻഡ് EAND ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം BE അല്ലെങ്കിൽ BTech ആണ് ഇവിടെ പറയുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിലോ നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് BE or BTech ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇതിൽ ജനറൽ 1 വേക്കൻസി അത് PWDക്ക് ആണ്, പിന്നെ STക്ക് 2 വേക്കൻസി, OBCക്ക് 1, EWS 2 അങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിനടുത്ത് ലൈഫ് സയൻസ് 5 വേക്കൻസിയാണ്, ജനറൽ 3 OBCക്ക് 2 ആണ്. അതിൽ ഒരു പോസ്റ്റ് ഈ പറയുന്ന PWD കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ്. ഇതിന് MSc മറൈൻ ബയോളജിയോ അല്ലെങ്കിൽ മറൈൻ സയൻസോ അല്ലെങ്കിൽ സുവോളജിയോ 60% മാർക്ക് കൊടുത്ത് പാസ്സായിരിക്കും ഇതിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് നിങ്ങൾക്ക് ബയോടെക്നോളജി 2 വേക്കൻസിയാണ്. MSc ബയോടെക്നോളജി അല്ലെങ്കിൽ മറൈൻ ബയോളജിയോ നിങ്ങൾക്ക് MSc കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം, 60% മാർക്ക് മതി. ഇനി അതല്ലെങ്കിൽ BE or BTech ബയോടെക്നോളജി കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ടും അവർക്ക് അപ്ലൈ ചെയ്യാം, 60% മാർക്ക് വേണം. ജനറൽ 1 വേക്കൻസി, OBCക്ക് 1 വേക്കൻസി, ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അടുത്ത ഇലക്ട്രിക്കൽ ഒരു പോസ്റ്റാണ്, ജനറലാണ്. ആർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ. ജനറൽ എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ റിസർവ് വേക്കൻസി തന്നെ വേണമെന്ന് വിചാരിച്ച് നിൽക്കണ്ട. ഇവിടെ കാണാം BE or BTech ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ BE or
ബിടെക് 60% മാർക്കോട് പാസ്സായവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത നിങ്ങൾക്ക് സിവിലിൽ 4 വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ BA or BTech അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ 60% മാർക്ക് ഉണ്ടെങ്കിൽ പാസ്സാണെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ജനറൽ 2, ST 1, OBC 1 അങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിനടുത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോബയോളജി ഒരു മറൈൻ മൈക്രോബയോളജിയിൽ ഒരു വേക്കൻസി ഉണ്ട്. അത് OBCക്ക് റിസർവ്ഡ് വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മറൈൻ ബയോളജിയോ അല്ലെങ്കിൽ മൈക്രോൺ ബയോളജിയോ അല്ലെങ്കിൽ മറൈൻ മൈക്രോബയോളജിയിലുള്ള BTechോ അല്ലെങ്കിൽ നിങ്ങൾക്ക് MSCയോ കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. ഇനി അടുത്ത് നിങ്ങൾക്കിവിടെ ബയോ ഇൻഫർമാറ്റിക്സ് ആണ് ഒരു വേക്കൻസിയാണ്. ആ ഒരു വേക്കൻസി ജനറലിൽ തന്നെ PWD കാൻഡിഡേറ്റ്സിനാണ്. ഓക്കെ, ഈ പറയുന്ന നിങ്ങൾക്കിവിടെ കാണാം ബയോ ഇൻഫർമാറ്റിക്സിലുള്ള MSCയോ അല്ലെങ്കിൽ BTechോ 60% മാർക്കോട് പാസ്സാണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് കെമിസ്ട്രിയിൽ 2 വേക്കൻസി, ജനറൽ 1, EWS 1 ഇതിലേക്ക് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ്, ജസ്റ്റ് PG എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. MSCക്ക് അവർക്ക് അപ്ലൈ ചെയ്യാം. കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ മെഡിസിനൽ കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ ബയോ കെമിസ്ട്രിയിലോ നിങ്ങൾക്ക് MSc ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 60% മാർക്ക് മതി. ഇനി അതും അല്ലെങ്കിൽ BA or BTech ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ BA or BTech ഉണ്ടെങ്കിൽ 60% മാർക്കോട് പാസ്സാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഡയറക്റ്റ് ആയിട്ട്. ഇനി അടുത്ത് നിങ്ങൾക്ക് കോസ്റ്റൽ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ് ആണ് പറയുന്നത് ആൻഡ് GIS ആണ്. ഇതിലൊരു വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ജനറലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് PG ആണ് പറയുന്നത്. ഓഷ്യൻ സയൻസ് ആൻഡ് ടെക്നോളജിയിലോ അല്ലെങ്കിൽ കോസ്റ്റൽ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ് ആൻഡ് GISലോ നിങ്ങൾക്ക് 60% മാർക്കോട് PG ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത്രയുമാണ് നമുക്ക് വന്നിരിക്കുന്ന പോസ്റ്റ് വൈസ് വാക്കൻസീസ് കാര്യങ്ങൾ. അപ്പോൾ ഒരുപാട് വാക്കൻസി ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ചുരുക്കുക എന്നുള്ളതൊന്നും പോസിബിൾ അല്ല. ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് ചുരുക്കണം എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതും അതിന് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലേക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ മേ ബി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റീസെൻ്റ് ആൾ പാസ്വേഡ് കളർ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. പിന്നെ എല്ലാത്തിൻ്റെയും നമ്മൾ കോപ്പീസ് എന്ത് ചെയ്യണം, അതിലേക്ക് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. അതൊന്ന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ, പിന്നെ നമ്മുടെ മാർക്ക് ലിസ്റ്റ്, ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ എന്താണോ നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. എക്സ്പീരിയൻസ് ഉള്ളവർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അല്ലാത്തവർ വേണ്ട. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ അവർക്കുള്ളതാണ്, ഇത് നമ്മൾ നോക്കേണ്ട. EWS SC ST OBC ഒക്കെ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഫോർമാറ്റിലുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം സ്കാൻ ചെയ്ത് അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മുടെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ശാരീരിക പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ പറയുന്ന എന്തെങ്കിലും ജേണൽ അല്ലെങ്കിൽ പബ്ലിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ റിസർച്ചുമായി ബന്ധപ്പെട്ടതിലുണ്ടെങ്കിൽ അത് അവർക്കുള്ളതാണ്, നമ്മൾ നോക്കേണ്ട. പിന്നെ നിങ്ങൾക്ക് NOC ആണ്, ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നിലവിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലോ ഗവൺമെൻറ്റിൽ എംപ്ലോയി ആയവർ മാത്രം അതിലേക്ക് NOC അപ്ലോഡ് ചെയ്യണം, നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. ഇനി ഇതിൻ്റെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് വെച്ചാൽ അവർ പറയുന്നത് അപേക്ഷയുടെ എണ്ണം കൂടുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ടെസ്റ്റ് നടത്തും. അഥവാ കുറഞ്ഞ അപേക്ഷകളൊക്കെ ആണെങ്കിൽ ഇൻ്റർവ്യൂ മാത്രമായിരിക്കും നടക്കുക. അതെല്ലാം കൂടുതൽ അപേക്ഷ ഉണ്ടെങ്കിൽ അവർ ടെസ്റ്റ് നടത്തുകയും ആ ഒരു കോംപ്ലിക്കേഷൻ, അതായത് എല്ലാവരും പാടെ ഇൻ്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടി അവർ ടെസ്റ്റ് നടത്തും. അപ്പോൾ മേ ബി ടെസ്റ്റ് നടത്തി അതിൻ്റെ പിറ്റേന്ന് തന്നെ ആയിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്യാം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കാം. ചിലപ്പം ടെസ്റ്റ് നടത്തി അന്ന് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാം ഇൻ്റർവ്യൂ ഉണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന സെലക്ഷന് പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ എടുക്കണം എന്ന് അവർ പ്രത്യേകമായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കണ്ടേ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നമുക്ക് ആളുകളുടെ എണ്ണം നോക്കിയിട്ടാണ് അവർ എന്താ ചെയ്യുക, ടെസ്റ്റ് വേണോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ മാത്രം മതിയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ മേ ബി അവർ കൂടുതൽ ആപ്ലിക്കേഷൻ വന്നാൽ അത് ഒരു ടെസ്റ്റ് നടത്തും. അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. അങ്ങനെ ഇൻ്റർവ്യൂവിൽ നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ നമുക്ക് ഇതിലേക്ക് കയറാമെന്നുള്ളതാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 23 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതാണ് ഇതിൻ്റെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് December 23 ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഓരോ പോസ്റ്റ് വൈസ് ആയിട്ടുള്ള അതിൻ്റെ സെലക്ഷൻ മെത്തേഡ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ പ്രൊജക്ട് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കൊക്കെ ഇൻ്റർവ്യൂ ആണ് പറയുന്നത്. അവർ അതിൻ്റെ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനുവരിയിലാണ് നിങ്ങൾക്ക് അതിൻ്റെ ഡേറ്റ് കാര്യങ്ങൾ. ആ സമയത്ത് നിങ്ങൾ ഈ പറയുന്ന അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ ലഭിക്കും. പ്രൊജക്ട് സയൻറ്റിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം അങ്ങനെ അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഇൻ്റർവ്യൂ ആണ്. ബാക്കിയുള്ള പോസ്റ്റിനൊക്കെ റിട്ടൺ ടെസ്റ്റ് തന്നെ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ ആണെങ്കിൽ റിട്ടൺ ടെസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതാണ്. 23 നിങ്ങൾക്കുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ നമ്മൾ അതിലിടാൻ പറ്റുകയാണെങ്കിൽ ഇടാം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഈ പറയുന്ന ഇലക്ട്രിക്കൽ അങ്ങനെ ഓരോന്നിൻ്റെ ഡേറ്റ് കാണാം. ഈ ഡേറ്റിലാണ് നമുക്ക് അതിൻ്റെ റിട്ടൺ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. ഇനി പ്രൊജക്റ്റ് ടെക്നീഷ്യൻ ആണെങ്കിൽ റിട്ടൺ ടെസ്റ്റ് എല്ലാം ഉണ്ടായിരിക്കുക, ട്രേഡ് ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അങ്ങനെ ഓരോന്നിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിസർച്ച് ഫെല്ലോ ഒക്കെ ആണെങ്കിൽ ഇൻ്റർവ്യൂ ആണ് അവർ പറയുന്നത്, സെലക്ഷൻ മെത്തേഡ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലെ കാര്യം വരെ GOC ലെജുലാൻഡ്. ഇതിൽ വന്നാൽ ലേറ്റസ്റ്റ് ജോബ്സ് എന്നിട്ട് കോളം കാണാം. അവിടെ കാണാം NIOT റിക്രൂട്ട്മെൻറ്റ്. നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ലേറ്റസ്റ്റ് ജോബ്സിൻ്റെ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പൊസിഷനിലായിരിക്കില്ല അതുണ്ടായിരിക്കുക. താഴോട്ട് ലിങ്ക് താഴോട്ട് വന്നിട്ടുണ്ടാകും. ചിലപ്പോൾ ഇവിടെ കാണില്ല. ഇവിടെ കണ്ടില്ലേ വ്യൂ മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും നെക്സ്റ്റ് പേജിൽ പോയിട്ട് അത് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇവിടെ NIOT റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. നമ്മൾ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും.
NIVT റിക്രൂട്ട്മെൻറ്റ് 2024 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. അതിൻ്റെ ഡീറ്റെയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ഇവിടെ കാണാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓപ്പൺ ആക്കാം. ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് ഓപ്പൺ ആക്കാം. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള പോർട്ടലിലേക്കാണ് നമ്മൾ വരുന്നത്. ഇതാണ് അപ്ലൈ ചെയ്യാനുള്ള പോർട്ടൽ. ഇവിടെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് വായിക്കാം. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ കാണാം സൈൻ അപ്പ് എന്നുള്ള ഭാഗം കാണാം. സൈനിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് സൈൻ അപ്പ് എന്നുള്ള ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇതൊക്കെ കൊടുത്ത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ മെയിൽ ID, ദെൻ പാസ്വേഡ്, നമ്മളൊരു പാസ്വേഡ് ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഡേറ്റ് ഓഫ് ബർത്ത്, ദെൻ ജെൻഡർ, മെയിൽ ഓർ ഫീമെയിൽ, മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യാം. എന്നിട്ട് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ടൊക്കെ ചോദിക്കാം. പിന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. കോൺടാക്ട് ഓർ ഈ പറയുന്ന ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ അടിയിൽ തന്നെ ഉണ്ട്. കോൺടാക്ട് ഓർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്ന പറഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പർപ്പസിന് മാത്രം കേട്ടോ, ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള സർവീസാണ്. നമുക്ക് സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. താല്പര്യം ഉണ്ടായാലും കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാക്സിമം യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂടുതലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.